ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി മട്ടൻ കറിയാണ്. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പം ഇതിനകത്ത് മട്ടൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചതച്ചതിട്ടു, കൊച്ചുള്ളി ചതച്ചത് ഇട്ടു. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ പെട്ടെന്ന് വെക്കാനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് ഇങ്ങനെ ഇറച്ചിക്കറി വെക്കാം. പക്ഷെ ഈ പെട്ടെന്ന് നമുക്കൊരു അത്യാവശ്യം ഇപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചിട്ട് താമസിച്ച് പുറത്തൊക്കെ പോയിട്ട് വന്നു, അത് നമുക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെല്ലാം പ്രത്യേകം വാട്ടിയൊക്കെ എടുക്കുന്ന നമുക്ക് ചെയ്യാം. അപ്പം ഇതൊരു ഈസി ആയിട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടി എരിക്കനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി 3 ടീസ്പൂൺ മല്ലിപ്പൊടി, തിളുമ്പ വേണ്ട, കുറച്ച് മതി. മുളക് പൊടി 1/4 ടീസ്പൂണേ. ഗ്രാമ്പ്, ഏലക്ക, പെരുംജീരകം അത് കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നെക്സ്റ്റ് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി. ഇന്ന് ഇക്കാണ് പറഞ്ഞത് ഇങ്ങനെ വെക്കാന്ന്. കാരണം ഇന്ന് ഞങ്ങൾ വിചാരിച്ച് എപ്പോഴല്ലാത്ത രീതിയിലല്ലേ വെക്കുന്നത്, ഇന്ന് ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇക്കാണ് എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു തരുന്നത്. ഞാൻ മുമ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വ്ലോഗ് എടുത്തിട്ടില്ല. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 5 സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. 3 തക്കാളി അരിഞ്ഞിട്ടുണ്ടേ. ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന വേറെ ഒന്നുമില്ല. ഇവിടെ ക്യാമറ വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കണം. നമുക്ക് ലാസ്റ്റ് കറി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയില കുറച്ചും കൂടി ഇടാം. ഇതിപ്പോൾ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് മല്ലിയില കൂട്ടത്തിൽ ഇട്ട് കൊടുത്തത്. മീറ്റ് മസാല 1 ടീസ്പൂൺ. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നമ്മൾ ഇറച്ചിക്കകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിയൊക്കെ ഇട്ടല്ലേ, അപ്പൊ അതിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കറി വെച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാലോ. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇറച്ചിയുടെ ഒക്കെ വെള്ളം ഊറി ഇറങ്ങും. അപ്പൊ പിന്നെ കുക്കറിലും കൂടെ അല്ലേ എല്ലാം തിളച്ച് വെളിയിൽ പോകും. അതിന് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈസി മട്ടൻ കറി. നമ്മളെല്ലാം വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഒരു 5 വിസിൽ കേൾക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. മൈക്കില്ലാത്തതുകൊണ്ട് ശബ്ദം കുറച്ചായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. ഞാൻ ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. കുറച്ച് നല്ല മഴ, അതുകൊണ്ടാണ് ഉറക്കെ പറയുന്നത്. അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 വിസിൽ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അതുവരേക്ക് അപ്പൊ ഗൈസ്, നമ്മൾ വിസിലൊക്കെ കേട്ട് കഴിഞ്ഞ് കുക്കർ ഓഫ് ചെയ്ത്, അപ്പൊ അതിന്റെ ഇതൊക്കെ പോയി കഴിഞ്ഞ് ആവിയൊക്കെ പോയി കഴിഞ്ഞ് നമുക്കത് തുറന്നു നോക്കാം. ഇതിനകത്ത് കാണിക്കും, കണ്ടോ? അഞ്ച് വിസിലായിട്ട്
കറി പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി പെരിഞ്ചീരകം കുറച്ച് മതി, വേപ്പില്ല. ഉപ്പ് ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇച്ചിരി കുറവുണ്ട്, വേണ്ട ഒരു സ്വല്പം. കുറച്ച് മതിയനയും കൂടി ഇടുക. വാപ്പിയാണ് ഇളക്കിയത്. അപ്പൊ ഇനി ഉമ്മ ഇളക്കിക്കോളൂ. അപ്പൊ നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നത് വരേക്കും ബൈ.